ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടോ? ഇത് ഈ ബേർഡ് ബാത്ത് എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മൾ ഈ കിളിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ കിളികൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരുന്ന ഒരു സാധനം. വളരെ നന്നായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാനിത് സെയിൽ ചെയ്തു ആമസോണിൽ. പിന്നീട് ഞാനത് സംഭവം നിർത്തി, പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് നിർത്തി. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിൻ്റെ ഷേപ്പ് തന്നെ കണ്ടാൽ ഇതൊരു ഫൈബറിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്. അതിൻ്റെ ടോപ്പ് വശം ഭയങ്കര ഫ്രജൈലാണ്. നമുക്ക് ഒരുപാട് ഡാമേജസ് ഇതിനകത്ത് വരും. കസ്റ്റമർ റിട്ടേൺ ഡാമേജ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അതായത് നമ്മൾ ഈ എത്രയൊക്കെ പാക്കിങ്ങിൽ ശ്രദ്ധിച്ചാലും ഈ സംഭവം കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോൾ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിങ്ങനെ ഹാങ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ ഭയങ്കര ഫ്രജൈലായിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോയേനെ. പക്ഷെ അപ്പോൾ നമ്മൾ മാർജിൻ ഭയങ്കരമായിട്ട് കുറയും. അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ആമസോണിലൊക്കെ. അപ്പോൾ പിന്നെ അതാണ്, ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് പാടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് വേറെ ആരും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനകത്ത് പാക്കിങ്ങിലും ബാക്കി കാര്യങ്ങളിലൊക്കെ കോസ്റ്റ് കൂട്ടിയിട്ട് നമുക്ക് മാർജിൻ കൂട്ടിയെടുക്കാൻ പറ്റും. പക്ഷെ അല്ലാത്ത പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നമുക്ക് എപ്പോഴും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് പാക്ക് ചെയ്യാനും വെയിറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പോഴൊരു 500 ഗ്രാമിലൊക്കെ കുറഞ്ഞ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആമസോണിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ് ഒക്കെ കുറച്ച് വിൽക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ അതുപോലെ തന്നെ ഈ പ്രൈസിൽ ഇപ്പോൾ നമുക്കൊരു 500 ഇപ്പോൾ ആമസോണൊക്കെ അറിയാം, ഇപ്പോൾ 1000 റുപ്പീസിന് താഴെ റെഫറൽ ഫീസൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അത്രയും ഒരു 1000 മേലെയോ ഒക്കെ കൂടാതിരിക്കുകയും നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് ഒരു 500 ഗ്രാമിനൊക്കെ കുറയും. ഭയങ്കര ഈസി ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ കുഴപ്പമില്ലാണ്ട് ആമസോണിൽ സെയിൽ ചെയ്യാൻ പറ്റും. കാരണം റിട്ടേൺ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡാമേജും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ എപ്പോഴും ഈ കാര്യങ്ങൾ നടക്കണം എന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഓൺലൈൻ സെയിൽ ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് നമ്മൾ പുതിയൊരു പേജാണ്, ടീകോ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു പേജാണ്. ഫോളോ ചെയ്ത് വയ്ക്കുക. ഇനിയിപ്പോൾ ഇതിനകത്തായിരിക്കും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഈ 3 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എങ്ങനെ സെയിൽ ചെയ്യണം അറിയുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.